നമസ്കാരം. പ്രധാന വാർത്തകൾ. VSനെ കാണാൻ തലസ്ഥാനത്ത് ജനസഞ്ചയം. ഇന്ന് ദർബാർ ഹാളിൽ പൊതുദർശനം. വൈകിട്ട് ആലപ്പുഴയിലേക്ക് വിലാപയാത്ര. എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കും. ഇതിനായി പതിനായിരങ്ങളാണ് മഴ വകവയ്ക്കാതെ കാത്തിരിക്കുന്നത്. ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. യാത്രാമധ്യേ ജനങ്ങൾക്ക് VSനെ കാണാൻ അവസരമൊരുക്കും. ബുധനാഴ്ച രാവിലെ 9-ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10-ന് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 3-ന് പുന്നപ്ര വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പുതിയ ന്യൂനമർദ്ദം 2 ദിവസത്തിനുള്ളിൽ. കേരളത്തിൽ മഴ ശക്തമാകുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ ഒഡീഷയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ജൂലൈ 24-ഓടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അടുത്തയാഴ്ചയും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം. ജൂലൈ 24 വരെ അതിശക്തമായ മഴയ്ക്കും 25-ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസവും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. 25-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വീണ്ടും ജീവനെടുത്ത കാട്ടാന. തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടു. തമിഴ്നാട് നീലഗിരി പന്തല്ലൂരിലാണ് സംഭവം. ടാൻടി എസ്റ്റേറ്റ് തൊഴിലാളി ഉദയസൂര്യനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. കൊളപ്പള്ളി അമ്മൻകോവിൽ വീട്ടുമുറ്റത്ത് വെച്ച് ഇന്ന് രാവിലെയായിരുന്നു ഉദയസൂര്യനെ കാട്ടാന ആക്രമിച്ചത്. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. ഗൃഹപ്രവേശനത്തിന്റെ പിറ്റേന്ന് യുവാവിന് ദാരുണാന്ത്യം. മൂളിയാർ മൂലക്കുടത്തെ ഉപകരാറുകാരനായ BK കബീറാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ചെർക്കള ജാൽസൂർ പാതയിൽ ചൊവ്വലിനും മാസ്തിക്കുണ്ടിനും ഇടയ്ക്കുള്ള റേഷൻ കടയ്ക്ക് സമീപമായിരുന്നു അപകടം. സഹോദരി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട ശേഷം ബൈക്കിൽ തിരികെ വരുമ്പോഴാണ് അപകടം. മുള്ളേരിയിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറുമായാണ് കൂട്ടിയിടിച്ചത്. സ്കൂട്ടർ യാത്രക്കാരനായ കാസർഗോഡ് മലബാർ ഗോൾഡ് ജീവനക്കാരൻ അയ്യാർക്കാട്ടെ വിനീഷിനും പരിക്കേറ്റു. പുറമെ പരിക്കുകളില്ലാതിരുന്ന കബീർ ഓടിയെത്തിയ നാട്ടുകാരോട് എനിക്ക് കുഴപ്പമില്ല, അവനെ ആശുപത്രിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് സ്വയം എഴുന്നേറ്റ് ബൈക്കിൽ കയറിയുടൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. എന്നാൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പൗവാൽ ബെഞ്ച് കോടതിക്ക് സമീപം പുതിയതായി കബീർ പണിത വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് ഞായറാഴ്ച നടന്നിരുന്നു. ഗൃഹപ്രവേശന ചടങ്ങിലെത്തിയ സഹോദരി ആയിഷയെ ചെങ്കള ചേരൂരിലെ വീട്ടിൽ വിട്ട ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അപകടം ഉണ്ടായത്. 189 പേർ കൊല്ലപ്പെട്ട മുംബൈ സ്ഫോടന കേസ് പ്രതികളെ വെറുതെ വിട്ട വിധി. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സർക്കാർ. 2006-ലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ 12 പ്രതികളെയും വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്യുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ. കോടതി വിധി ഞെട്ടിപ്പിക്കുന്നതാണെന്നും അതിനെതിരെ സംസ്ഥാന സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അറിയിച്ചു. അഭിഭാഷകരുമായി ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വിധി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ഫഡ്നാവിസ് വ്യക്തമാക്കി. 2015-ൽ പ്രത്യേക കോടതി കേസിൽ ശിക്ഷിച്ച 12 പേരെയും ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരായ അനിൽ കിലോർ, ശ്യാം ചന്ദക് എന്നിവരടങ്ങിയ ബെഞ്ച് വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും പ്രതികൾ കുറ്റകൃത്യം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും ബെഞ്ച് വിധിച്ചു.